അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ്. എനിക്കൊരു ട്രാമും ഒരു ബസ്സും പിടിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തും. അപ്പം ഇതിൻ്റെ പേരാണ് ഫൈവ് ഫിംഗേഴ്സ്. ഇതൊരു ടവറാണ്, ഫൈവ് ഫിംഗേഴ്സ് ടവർ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നമ്മുടെ ട്രാം വന്നു കഴിഞ്ഞ് നമുക്കിനി ഇതിൽ പോയിട്ട് ഇവിടെ ഷ്ലോസ് പോയി അവിടുന്ന് നമ്മൾ വേറൊരു ബസ് പിടിച്ച് ഹെൻറി സ്റ്റാഷെ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫൈവ് ഫിംഗേഴ്സിൻ്റെ അടുത്തെത്തും. അപ്പോൾ നല്ലൊരു ടവറാണ്, കാണാൻ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. എന്തേ? അങ്ങനെ നമ്മൾ ഷ്ലോസ് എത്തിയിരിക്കുകയാണ്. ഷ്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരം എന്നൊക്കെയാണ് ജർമ്മനിൻ്റെ അർത്ഥം. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ബസ് ഇപ്പോൾ ഇവിടെ വരും. നമ്മളങ്ങനെ ബസ് കയറി നമുക്കങ്ങനെ പോവാം, കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാം. ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ഡാംസ്റ്റേഡ് എന്ന് പറഞ്ഞ ഈ ചെറിയ പട്ടണത്തിൻ്റെ ഈ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തും. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ ട്രാം ഓടില്ല, ഈ റൂട്ടിൽ ബസ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, എല്ലാവരും വളരെ വൃത്തിക്കാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നതൊക്കെ. ട്രാഫിക് സിഗ്നൽ എല്ലായിടത്തും എല്ലാവരും പാലിക്കും, റൂൾസ് എല്ലാം. നമുക്കൊന്ന് റോഡ് നടന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ പോലും അതിനും ട്രാഫിക് സിഗ്നൽ നോക്കി തന്നെ ചെയ്യണം. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഓടി മുറിച്ച് കിടക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ ഈ ടൗണിൻ്റെ രണ്ട് സൈഡിലും നല്ല വലിയ ഫുട് പാത്തുകളുണ്ട്. അതിലെല്ലാം നല്ല രീതിക്ക് ഒരു മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡാംസ്റ്റേഡ് ഒരു ശാന്തമായ സുന്ദരമായൊരു ടൗണാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഡാംസ്റ്റേഡ്. ഞാനിപ്പോൾ ഇവിടെ 8 മാസങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന. എനിക്ക് ജർമ്മനിയിൽ ഞാൻ കണ്ട ടൗണുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൗണാണ് ഡാംസ്റ്റേഡ്. അതിന് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ടൗണിന്. അതിൻ്റെ കാരണം അങ്ങനെ വലിയ കോലാഹലങ്ങളോ ശബ്ദ മലിനീകരണം ഒന്നുമില്ല. കുറച്ച് 1 ലക്ഷം ജനസംഖ്യയുള്ളൂ ഈ ടൗണിൽ. പിന്നെ എല്ലായിടത്തും ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് എല്ലായിടത്തേക്കും നല്ല കണക്ഷൻ ഉണ്ട്. ട്രാം ഉണ്ട്, ബസ് ഉണ്ട്, അങ്ങനെ എല്ലാതരം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മികച്ചതാണ്. പിന്നെ ഈ 1 ലക്ഷം ആൾക്കാർക്ക് വേണ്ടതിലേറെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ടൗൺ അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടുത്തെ ലൂയിസൺ പ്ലാറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സെന്റർ ഉണ്ട്, അതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഈ വണ്ടികൾ പോകുന്നതും വരുന്നതൊക്കെ ഓരോ സ്ഥലത്ത് ഇത്ര വണ്ടികളൊക്കെ വരാൻ പറ്റുള്ളൂ, എല്ലാ വണ്ടികൾക്കും അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതൊക്കെ വളരെ കറക്റ്റായിട്ട് ഇവർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ട് ഇവരുടെ ഈ ചെറിയൊരു ടൗണിന്. അതൊക്കെ തന്നെയാണ് എന്നെ ഈ ടൗൺ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഫ്രാങ്ക്ഫർട്ടൊക്കെ പോലത്തെ ടൗണിൽ ഭയങ്കര ജനങ്ങളാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരും, ആകെ ഒരു ബഹളമാണ്. അതുപോലെ ഒന്നുമല്ല, ഇത് ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു ടൗണാണ്. ഈ നമ്മുടെ 2ാം ലോക മഹായുദ്ധത്തിൽ ഈ നമ്മുടെ ഡാംസ്റ്റേഡ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിന്റെ 98% നമ്മുടെ അമേരിക്കനും റഷ്യക്കാരും കൂടി ബോംബ് ചെയ്തൊക്കെ നശിപ്പിച്ചതാണ്. എന്നിട്ട് അവര് വീണ്ടും രണ്ടാമത് കെട്ടിപ്പൊക്കിയതാണ് ഈ കാണുന്നതെല്ലാം. അപ്പം ഇതിനൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ തകർന്നു പോയ ബിൽഡിങ്സ് ഒക്കെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവർ വീണ്ടും കെട്ടിപ്പൊക്കി. നമുക്കിതിപ്പോൾ എത്ര വർഷം പഴക്കമുള്ള എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള. പക്ഷെ ആ വേൾഡ് വാറിൽ ഇതെല്ലാം നശിച്ചുപോയി. പക്ഷെ വീണ്ടും ഇവർ അതുപോലെ തന്നെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ടൊക്കെ വീണ്ടും അങ്ങനെ പുനഃസ്ഥാപിച്ചൊരു ടൗണാണിത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈവ് ഫിംഗേഴ്സ് ടവറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് ശരിക്കും 2-3 വേറെ പേരുകൾ കൂടിയുണ്ട്. ജർമ്മനിൽ ഇതിന് പറയുന്നത് ഹോത്സെയ്സ്റ്റം എന്നാണ് സംഭവം. ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന്റെ സ്പെല്ലിംഗ് ഒക്കെ വെച്ച് ഞാൻ അങ്ങോട്ട് വായിച്ചതാണ്. പിന്നെ ഒരു പേരുള്ളത് വെഡ്ഡിങ് ടവർ എന്നാണ്. അപ്പം നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫൈവ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ ഈ ടവറിന്റെ ചരിത്രം, ഇത് ഡിസൈൻ ചെയ്ത ജോസഫ് മരിയ ഓൾബ്രിച്ച് എന്ന് പറഞ്ഞ ഒരാളാണ്. 1907-ലും 1908-ലും ഒക്കെയാണ് ഇതിന്റെ വർക്ക് കഴിഞ്ഞത്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡ്യൂക്ക് ഉണ്ട് ഡാംസ്റ്റേഡിലെ, ഗ്രാൻഡ് ഡ്യൂക്ക് ഏണസ്റ്റ് ലുഡ്വിഗ്. ഇദ്ദേഹത്തിന്റെ വിവാഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് പണിത ഒരു സ്മാരകം പോലെയാണ് ഇത് ഉള്ളത്. അതിന്റെ ഒരു സ്മാരകമാണിത്. ഈ ഇദ്ദേഹത്തിന്റെ വധു നമ്മുടെ എലനോർ എന്ന് പറഞ്ഞ ഒരു പ്രിൻസസ് ആണ്. അപ്പം ഇവർ രണ്ടുപേരുടെയും ഈ വിവാഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ലുഡ്വിഗ് പ്രഭു അന്ന് പണി കഴിപ്പിച്ച ഒരു സ്മാരകമാണിത്. ഇതിന് ഈ ഫൈവ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം ഇതിന്റെ ഷേപ്പാണ്. നിങ്ങളിത് കണ്ടു കാണും, ഇതിൽ 5 വിരലിങ്ങനെ നിവർത്തി പിടിച്ച പോലെയാണ് ഇതിന്റെ ഷേപ്പ്. അങ്ങനെ
ഇതിന് ഒരു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇതിന്റെ ഷേപ്പ് കണ്ടിട്ടാണ് ഫൈവ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ പേര് ഇതിന് വന്നത്. ശരിക്കും ഇതിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട്സൈറ്റ് സ്റ്റോം എന്ന് പറഞ്ഞ ഒരു ഒരു ജർമ്മൻ വാക്കാണ്. അത് കറക്റ്റ് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വേറൊരു പേര് വെഡ്ഡിംഗ് ടവർ. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ ഇപ്പോൾ വെഡ്ഡിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണെന്നാണ് പറഞ്ഞു കേൾവി. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. കുറേ ഉണ്ട് കാണാൻ. ഇതിന്റെ ഉള്ളിലൊരു പള്ളിയൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട്. വാ. ഈ രണ്ട് സ്റ്റീലിന്റെ ഈ മെറ്റൽ പീസുകൾ നമ്മുടെ ടോണി ക്രാഗ് എന്ന് പറഞ്ഞ ഒരു ഒരു സ്കൾപ്ചറിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ഒരു സ്കൾപ്ചർ വർക്കാണ്. ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ കാര്യങ്ങളും മനുഷ്യന്റെ ഇൻഡസ്ട്രിയൽ പവറിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. ഈ ചാപ്പലിന്റെ സീലിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ഇത് നമ്മുടെ ജോസഫ് മരിയ ഓൾബ്രിച്ച് തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇതിന് മൊസൈക്ക് എന്നാണെന്ന് പറയുന്നത്. ഇത് വളരെ ഭംഗിയുള്ള ഒരു സീലിംഗ് ആണ്. എനിക്ക് ഇവിടെ വന്നതിൽ എനിക്ക് ശരിക്കും ഈ ടവറിന്റെ ഉള്ളിൽ ഞാൻ ഇവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണിത്. ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു 100 വർഷത്തോളം പഴക്കമുള്ള സംഭവം തന്നെയാണ്. അന്നത്തെ കാലത്തെ ഒരു ആർട്ട് ഫോമാണിത്. ഇത് ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം പണ്ടത്തെ ഒരു ആർട്ട് കോളനി എന്നും കൂടി ഇതിനൊരു പേരുണ്ട്. ഇതിന്റെ അടിയിൽ ഒരു റിസർവോയർ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡ്യൂക്ക് ഏണസ്റ്റ് പിന്നെ അത് മാറ്റിയെടുത്ത് ഒരു ആർട്ട് കോളനി ആക്കിയതാണ് ശേഷം. അതാണ് ഇതിന്റെ മറ്റൊരു ചരിത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാംസ്റ്റഡിലെ റഷ്യൻ ചാപ്പല്. ഇത് പണി കഴിപ്പിച്ചത് നിക്കോളസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഷ്യൻ എംപററാണ്. അദ്ദേഹത്തിന്റെ വധു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഡാംസ്റ്റഡുകാരിയായിരുന്നു. പേര് അലക്സാണ്ട്ര. അപ്പം ഇദ്ദേഹം ഈ നിക്കോളസ് ടു ഈ ഭാര്യ വീട് അതായത് ഈ ഡാംസ്റ്റഡിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ചാപ്പലാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു റഷ്യൻ ചാപ്പല്. ഇത് പണി കഴിപ്പിച്ചിട്ടുള്ള ഇതിന്റെ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞ ആളുടെ പേര് ലിയോൺ ബിയോണിസ് എന്ന് പറഞ്ഞാണ് ആളുടെ പേര്. ഈ ഈ നമ്മുടെ ഈ ചർച്ചിന്റെ ഉപയോഗിച്ചിരിക്കുന്ന മണ്ണും കല്ലും എല്ലാം റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അന്തകാലത്ത് ട്രെയിനിലാണ് കൊണ്ടുവന്നതെന്നൊക്കെയാണ് ഇവിടുത്തെ ചരിത്രം. എന്തായാലും നമ്മൾ ഇതിന്റെ ഈ ജർമ്മനിയിലുള്ള ഈ പള്ളികളിലേക്ക് ഒരു ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വ്യത്യസ്തമാണ്. കാരണം ഇത് റഷ്യൻ ആർക്കിടെക്ചർ ആണല്ലോ. ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ നമ്മുടെ സഞ്ചാരം എന്ന് പറഞ്ഞ പരിപാടിയിലൊക്കെ അദ്ദേഹം ഈ റഷ്യയിലൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന ബിൽഡിങ്സ് പോലെ തന്നെയാണിത്. ഈ ഒണിയൻ ഡോംസ് എന്ന് പറയുന്ന ഈ സംഭവം ഇതിന്റെ മുകളിലുണ്ട്. ഗോൾഡൻ ഒണിയൻ ഡോംസ് എന്നാണ് ഇപ്പം ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെന്തായാലും 1897 9 ആയിട്ട് പണി കഴിഞ്ഞ ഒരു സംഭവമാണ്. 100 വർഷത്തോളം പഴക്കമുണ്ട്. ഇതൊരു വളരെ ഒരു നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. ഇതിന്റെ ഈ ചാപ്പലിന്റെ ആർക്കിടെക്ചർ സ്റ്റൈലിന് പറയുന്നത് റഷ്യൻ റിവൈവൽ ആർക്കിടെക്ചർ എന്നാണ്. ഇത് 19-ാം നൂറ്റാണ്ടിന് നിലവിൽ വന്ന ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. അപ്പം ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഇതിന്റെ ഈ മുകളിലുള്ള യൂണിയൻ ഡോംസ് ശരിക്കും ഗോൾഡ് തന്നെ തീർത്താണ്. അത് വെറുതെ സ്വർണം പൂശിയതൊന്നല്ല എന്നാണ് ഇപ്പം എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും സാധനം കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു ചർച്ചാണ്. ഇതിന്റെ ഉള്ളിലേക്കൊന്നും എനിക്ക് കയറാൻ സാധിച്ചില്ല. നിങ്ങൾ ഇതിന്റെ കൊത്തുപണികളൊക്കെ നോക്കും, നല്ല ഭംഗിയില്ലേ. നമ്മൾ സാധാരണ ജർമ്മനിയിൽ ഇത്രയും നല്ലൊരു പള്ളി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കാണാൻ ഒരു പ്രത്യേക തന്നെ വേറെ തന്നെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് നമ്മുടെ ഈ ജർമ്മനി. നിയോ ഗോത്തിക് എന്നെന്തോണ് അതിന് പറയുന്നത്. ഇത് റഷ്യൻ റിവൈവൽ. രണ്ട് തരത്തിലുള്ള ആർക്കിടെക്ചറാണ്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഫൈവ് ഫിംഗേഴ്സ് ടവറിന്റെ ഉള്ളിലേക്ക് കിടക്കാം. ഈ ടവർ ഒരു 5-6 നിലയുണ്ട്. അതിലെല്ലാ നിലകളിലേക്കും നമുക്ക് എൻട്രി ഇല്ല. 3 നിലകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 3 നിലകളിലും ഒക്കെ നമ്മൾ കയറി വിസിറ്റ് ചെയ്യാം, കാണാം, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. 4 യൂറോ ആണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ടവറിൽ മുഴുവൻ ഇവരുടെ വിവാഹത്തിനെ സംബന്ധിച്ചിടത്തുള്ള പെയിന്റിംഗ് ആണ്. ഇഷ്ടംപോലെ പെയിന്റിങ്സ് ഉണ്ട്, പലരും ചെയ്ത പെയിന്റിങ്സ്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്കങ്ങനെ മുകളിലേക്ക് കയറാം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തത്. ഇനി സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോകണം. കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. എന്നാലാണ് നമ്മൾ ആദ്യത്തെ നമുക്ക് വിസിറ്റേഴ്സിനുള്ള
നമ്മുടെ ഈ ഒരു നില ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം. എന്നാ വാ, നമുക്ക് പോവാം. അങ്ങനെ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ വിസിറ്റേഴ്സ് അലൗഡ് ആയിട്ടുള്ള റൂമിലേക്ക് നടക്കുകയാണ് നമ്മൾ. കുറേ സ്റ്റെപ്പുകൾ കയറാണ്ട്. ഇത് കയറി ഒരുപാടായി. ഇപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞാണ്. നിങ്ങൾക്ക് കാണാം. ഇനി മുകളിലെത്തിക്കഴിഞ്ഞാൽ നല്ലൊരു പെയിൻറ്റിങ്ങോട് കൂടിയ ഒരു റൂമാണ് നമ്മളെ വരവേൽക്കുന്നത്. ഇനി നമുക്ക് ആ റൂമൊന്ന് കാണാം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ റൂം. ഇവിടെയുള്ളത് ഈ പെയിൻറ്റിങ്സ് ഒക്കെ ഇവരുടെ വിവാഹത്തിനോട് അനുബന്ധിച്ചുള്ള പെയിൻറ്റിങ്സ് ആണ്. ഭയങ്കര അർത്ഥമാണ് ഇതിനൊക്കെ എന്നാണ് പറയുന്നത്. ഒരു സ്നെയിൽ ഷെല്ല്, പിന്നെ ഒരു സ്ത്രീ ഒരു കുതിരപ്പുറത്ത് നിൽക്കുന്നതും, പിന്നെ ഓറഞ്ച് നിറത്തിലുള്ള സാധനമൊക്കെ സാലമാൻഡർ എന്ന് പറഞ്ഞ ഒരു തരം പല്ലിയാണ്. അങ്ങനെ ഇതാ ഷെല്ലിലേക്ക് പോകുന്നതൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ അർത്ഥം പറഞ്ഞത്. അപ്പം ഇതിന് ഭയങ്കര സിംബോളിക് ആയിട്ടുള്ള പല മീനിങ്സും ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചു തരാം ഇതെന്താ സംഭവം എന്ന്. എന്നിട്ട് നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. അതും കുറേ കയറാനുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഈ ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ഡാംസ്റ്റഡ് പട്ടണത്തിൻ്റെ വ്യൂ. നല്ല ഭംഗിയില്ല കാണാൻ. ഇതിൻ്റെ ഒരു മൂലയ്ക്കാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ നമുക്കിനി മുകളിലേക്ക് പോവാം. ഇനി കുറച്ചും കൂടി സ്റ്റെപ്സ് കയറാനുണ്ട്. ഈ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ പോവാം. ചെറിയ കിളിവാതിലിൽ കൂടെയൊക്കെ പലതും കണ്ടങ്ങനെ. പഴയ കാലത്തെ ബിൽഡിങ്സ് ആണ് ഇതൊക്കെ. 100 വർഷം പഴക്കമുണ്ടെന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ കയറി ചെല്ലുന്ന റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കല്യാണം നടന്ന ആ ഒരു വേദി അതേപോലെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ആ ഒരു ഓൾട്ടർ ആൾത്താരെല്ലാം അതേപോലെ, അതായത് കല്യാണം നടക്കുന്ന വേദി അങ്ങനെ തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സംഭവം ഇത് കല്യാണം നടന്ന സ്ഥലം, ഈ വിവാഹം നടന്ന സ്ഥലം ഇതൊന്നുമല്ല. ഇത് വേറെ എവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത്. പക്ഷെ ഇവർ ഈ റൂം അതിനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. കാണാൻ ഭംഗിയുണ്ട്. പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ സീലിങ്ങിലെ പെയിൻറ്റിങ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ വെഡ്ഡിങ് ഗ്ലാസ് എന്ന് പറയുന്ന എന്തൊക്കെയോ ഐറ്റംസ് ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാം. വാ. ഈ വെസ്റ്റേൺ വിവാഹങ്ങളൊക്കെ ഇങ്ങനെയാണ്. അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കുറച്ച് കസേരയും ഒരു വേദിയും അതേപോലെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ കാണാനുള്ളൂ. നമുക്കിനി മുകളിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ അവസാനത്തെ നമുക്ക് വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ള റൂം. അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. വാ. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ അവസാനത്തെ അവൈലബിൾ ആയിട്ടുള്ള ആ റൂമിലേക്കാണ്. ഇവിടെ കുറച്ച് നമ്മുടെ ഈ ഡ്യൂക്ക് ഏണസ്റ്റ് ലുഡ്വിഗിൻ്റെയും പ്രിൻസസ് എലിനോറിൻ്റെയും ഫോട്ടോസൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ വെഡ്ഡിങ് കപ്പുകളുണ്ട്. ഒരു വലിയൊരു റൂം, ഒരു ഒഴിഞ്ഞൊരു റൂമാണ്. പിന്നെ നിറച്ചും ജനലുകളാണ്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാംസ്റ്റഡ് സിറ്റി അങ്ങനെ ടൗൺ അങ്ങനെ കാണാം. അത് നല്ലൊരു കാഴ്ചയാണ്. പിന്നെ ഇവിടെ ഈ വെഡ്ഡിങ് കപ്പുകളുണ്ട്. ഈ വെഡ്ഡിങ് കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജർമ്മൻ ട്രഡീഷനാണ്. ഇതൊരു 16-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു സംഭവമാണ്. അതായത് ഈ വിവാഹത്തിൻ്റെ ആ ദിവസം ഈ വധുവും വരനും കൂടി ഒരു കപ്പിന്ന് കുടിക്കുക എന്നുള്ളതാണ് ആ ഒരു സംഭവം. അപ്പോൾ അതിനുവേണ്ടി ഈ ഗോൾഡ് സ്മിത്തുമാർ ഇവരൊക്കെ ഇങ്ങനത്തെ നല്ല നല്ല കപ്പുകളൊക്കെ ഉണ്ടാക്കി ഈ വിവാഹത്തിന് കൊടുക്കും. അപ്പം അതൊരു ഓൾഡ് ജർമ്മൻ ട്രഡീഷനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ കുറച്ച് കപ്പുകളൊക്കെ ഇവിടെ അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏത് കാലത്തെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കതൊക്കെ കണ്ട് അങ്ങനെ ഈ വീഡിയോ ഇവിടെ തീരുവാണ്. ഇനി പ്രത്യേകിച്ച് ഇവിടെ കാണാനൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ഡാംസ്റ്റഡ് എന്ന ടൗണ് ഈ മുകളിൽ നിന്ന് ഇത്രയും ഹൈറ്റിൽ നിന്ന് കാണിച്ചു തരാം. അത് നല്ലൊരു വ്യൂ ആണ്. നിങ്ങളതൊന്ന് ആസ്വദിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും സന്ധിക്കും വരെ വണക്കം.